ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് മാംഗ്ലൂരാണ് കേട്ടോ. ഇത് മാംഗ്ലൂർ എയർപോർട്ടാണ്. മാംഗ്ലൂർ ഒരു ട്രിപ്പായിട്ടൊന്നും വന്നതല്ല കേട്ടോ, നമ്മളുടെ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പോൾ എയർപോർട്ടിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഇതാ നോക്കിയേ, ഇത് കണ്ടോ, നല്ല രസമില്ലേ? ആദ്യം ഞാനിത് കണ്ടപ്പോൾ മനുഷ്യരായിരിക്കും, ജീവനുള്ള ആൾക്കാർ തന്നെയായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത് ചെന്നപ്പോഴാണ് ഗൈസ് മനസ്സിലായത് ഇതെല്ലാം പ്രതിമകളാണ് കേട്ടോ. മാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും അവരുടെ ട്രഡീഷണലായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ട്. ഈ ഡിസൈൻസിൻ്റെ ഒന്നും മീനിങ് ഒന്നും എനിക്കറിയില്ല, പക്ഷേ എന്തൊക്കെയോ ഉണ്ട് എന്ന് മനസ്സിലായി. പിന്നെ ദാ ഇത് നോക്കി, നമ്മുടെ നാട്ടിലത്തെ പുലിക്കളി പോലെ ഇല്ലേ? പിന്നെ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ദാ ഇതുപോലുള്ള കുറേ സാധനങ്ങൾ കാണും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് കാന്താര മൂവിയാണ് കേട്ടോ ഓർമ്മ വന്നത്. ശരിക്കും ഒരു മ്യൂസിയത്തിൽ പോയ പോലെയായിരുന്നു കേട്ടോ ഗൈസ് മാംഗ്ലൂർ എയർപോർട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ കുറച്ച് നേരമൊക്കെ കറങ്ങി ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ദാ വലിയൊരു ഇന്ത്യയുടെ ഫ്ലാഗ്. ദുബായിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ദാ ഇങ്ങനൊരു ഫ്ലാഗ് കാണുമ്പോൾ അതൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. മാംഗ്ലൂരും കേരളവും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം മാത്രം വ്യത്യാസമുണ്ട്, റോഡുകളൊക്കെ നല്ല റോഡുകളാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഒരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റിൽ കയറി. റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഗൈസ് ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ട്രഡീഷണൽ റെസ്റ്റോറൻറ്റ്. അങ്ങനെ ഒരു പ്രോട്ടീൻ ബാർ പോലത്തെ ഒരു സാധനം കണ്ടു ഗൈസ്. അങ്ങനെ ഇതും ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്തു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാംഗ്ലൂർ സ്റ്റൈൽ സ്പെഷ്യൽ ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി ബ്രോസ്റ്റഡ് ഫിഷാണ് കേട്ടോ ഗൈസ്. നമ്മുടെ നാട്ടിലുണ്ടോ ഇത്? എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്ക്വിഡ് ഓർഡർ ചെയ്തു, വേറെ എന്തോ ഒരു ഫിഷൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ അധികം കഴിച്ചില്ല, ഡയറ്റിലാണല്ലോ. പിന്നെ ലാസ്റ്റ് ഈ ഒരു മുറുക്കാനും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. മാംഗ്ലൂർ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ് കേട്ടോ ഗൈസ് ഇത്. ഈ ഹോട്ടലാണെങ്കിലും വളരെ ട്രഡീഷണൽ ആണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഒരു കംപ്ലീറ്റ് ആൻറ്റിക് സ്റ്റൈൽ ഹോട്ടലാണ് കേട്ടോ ഇത്. പലതരത്തിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കണമെന്നുണ്ട് ഗൈസ്, പക്ഷേ ഡയറ്റിലായതുകൊണ്ട് എന്ത് ഫുഡ് കാണുമ്പോഴും കഴിക്കാനും തോന്നും, അതുപോലെ തന്നെ കുറ്റബോധവും തോന്നും. എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം.